എന്താണ് ഇന്നലെ 26/5/26 ഹൈക്കോടതി വിധി. അതിൻ്റെ അവസാന ഭാഗം, ഇത് ഇഷ്യൂവൻസ് ഓഫ് സമൻസ് വാസ് ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, നോട്ട് ഫോർ ദ റെയ്ഡ്. പറയുമായിരിക്കും റെയ്ഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാണെന്ന്. ആൻഡ് ഡസ് നോട്ട് ഈവൻ റിക്വയർ ദ രജിസ്ട്രേഷൻ ഓഫ് എൻ FIR. FIR പോലും ഇതിൻ്റെ ഭാഗമായി കോടതി നിർദ്ദേശിച്ചിട്ടില്ല. ഇനി നേരത്തെ പിണറായി വിജയനെ വേട്ടയാടാൻ വേണ്ടി ലാവ്ലിൻ മുതലുള്ള കാര്യങ്ങൾ പറയാം. 2006 പിണറായി വിജയനെ പ്രതിയാക്കിയത് ഉമ്മൻചാണ്ടി മന്ത്രിസഭാ യോഗത്തിൻ്റെ അവസാന യോഗം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം CBIക്ക് രാഷ്ട്രീയ പ്രേരിതമായി ആ കേസന്വേഷണം വിട്ടതല്ലേ. വിജിലൻസ് അന്വേഷണം നടത്തി ഒന്നും കണ്ടെത്താതിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കീഴിലുള്ള വിജിലൻസ് അന്വേഷണം നടത്തിയിട്ട് പിണറായി വിജയൻ്റെ പേരിൽ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. CBI അന്വേഷിച്ചു. എന്നിട്ട് ഇപ്പോൾ എന്തായി? പിണറായി വിജയനെ വേട്ടയാടുന്നില്ല കോൺഗ്രസ് എന്നല്ലേ സമർത്ഥിക്കാൻ നോക്കുന്നത്. CBI പിണറായി വിജയൻ അടക്കമുള്ളവരുടെ പേരിൽ SNC ലാവ്ലിൻ കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ കൊടുത്തു. കുറ്റപത്രം വിചാരണ കോടതി വായിക്കുമ്പോൾ മനസ്സിലായി കുറ്റം ചുമത്താൻ പോലും കുറ്റം ചെയ്യാത്തയാളാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ്റെ പേരിലുള്ള കുറ്റം നീക്കം ചെയ്ത് പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയില്ലേ വിചാരണ കോടതി. ആ വിധി ഹൈക്കോടതി അംഗീകരിച്ചില്ലേ. അതിനുശേഷം സുപ്രീം കോടതിയിൽ എത്തിയില്ലേ. സുപ്രീം കോടതിയിൽ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ അവിടെ CBIയുടെ അഭിഭാഷകനല്ലേ പറയുന്നത്. അപ്പോൾ പിണറായി വിജയനെ വേട്ടയാടുക എന്നത് നിങ്ങളുടെ ലക്ഷ്യമാണ്. ഇനി ഈ കേസിലേക്ക് കടക്കാം. നേരത്തെ മാത്യു കുഴൽനാടൻ അദ്ദേഹം കൊടുത്ത കേസുകൾ ഉണ്ടായിരുന്നല്ലോ. 3 വിജിലൻസ് കോടതികൾ, ഹൈക്കോടതി, സുപ്രീം കോടതി. അദ്ദേഹം കൊടുത്തത് വീണക്കെതിരായിട്ടാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ചില പെറ്റീഷനുകളിൽ പിണറായി വിജയനെ കണക്ട് ചെയ്യുന്നുണ്ട്. പിണറായി വിജയൻ താങ്കൾ പറഞ്ഞതുപോലെ ഈ കാർത്തിയുമായി അവിഹിത ബന്ധമുണ്ടെന്നും സ്ഥലം അനുവദിച്ചു എന്നെല്ലാമുള്ള കഥ CMRL കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ആ കഥകളൊക്കെ പറഞ്ഞിട്ടും വിജിലൻസ് കോടതി 3 എണ്ണം, തിരുവനന്തപുരം, കോട്ടയം, മൂവാറ്റുപുഴ, ആ കേസ് തള്ളിയതിന് ശേഷം വീണ്ടും ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. ഹൈക്കോടതി ഈ കേസ് മാത്യു കുഴൽനാടൻ്റെ കേസ് അതിന്മേൽ നടത്തിയ പരാമർശം പേര 63, ഇൻ ദ പ്രസൻറ്റ് കേസ് ദ കംപ്ലൈൻറ്റൻറ്റ് കുഡ് ഓൺലി, കംപ്ലൈൻറ്റൻറ്റ് എന്ന് പറയുന്ന മാത്യു കുഴൽനാടനാണ്, ഓൺലി പ്ലേസ് certain materials highlighting suspicions based on the allegation in the complaint and not facts constituting the offense alleged. എന്നിട്ട് അവസാനം പറയുന്നു പാരഗ്രാഫ് 65, in the view of finding the complainant failed to place fact constituting the offense alleged, the revision petition is only to be dismissed. ഇത് ഹൈക്കോടതി പിണറായി വിജയൻ്റെ മകൾക്കെതിരായി അദ്ദേഹം കൊടുത്തിട്ടുള്ള കേസിൽ വസ്തുതകളില്ലെന്ന് കണ്ടെത്തിയതിനാൽ, തെളിവുകളില്ലെന്ന് കണ്ടെത്തിയതിനാൽ അത് ഡിസ്മിസ് ചെയ്യുന്നു. മാത്യു കുഴൽനാടൻ്റെ പിണറായി വിജയൻ വേട്ട തീർന്നില്ല. സുപ്രീം കോടതിയിൽ പോയി സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ. അതിലെന്താ പറയുന്നത്? We are not inclined to interfere with the impugned judgment and order passed by the High Court. The special leave petition is accordingly dismissed. കഴിഞ്ഞ 20 കൊല്ലമായില്ലേ ആ പിണറായി വിജയനെ വേട്ടയാടാൻ തുടങ്ങി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.